നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ അതെടുക്കാൻ സാധ്യതയുണ്ട്. അത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് ചെറുക്കണം. വർഗീയ കക്ഷികളെ അകറ്റി നിർത്താൻ തയ്യാറാവണം. എല്ലാവരും മതേതര ചേരിക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ സംഘപരിവാറിൻ്റെ കൂട്ട് പിടിച്ച് അധികാരത്തിൽ വരാൻ ഏത് നെറുകേടും വൃത്തികേടും ഈ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ. അത് തെളിവ് സഹിതം ഫോട്ടോ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ വിജയത്തിൽ SDP-കാരനാണ് ആഘോഷം നടത്തുന്നത്. അപ്പോൾ നേരത്തെ നടന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ഈ പ്രസംഗിച്ച ചാനലിലും ഒക്കെ ഞാൻ ഈ പ്രസംഗിച്ച നടന്നത് സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കും. പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. ഈ കണിയാപുരം ജില്ലാ ഡിവിഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി മഹാടി ജസീം വിജയിച്ചു. പുള്ളി വിജയിച്ചു പിറ്റേന്ന് തന്നെ പുള്ളിക്ക് കേക്ക് മുറിച്ച് ആഘോഷം നടത്തി. ആരെന്നറിയാം? SDP ആൾക്കാർ, SDP പ്രവർത്തകർ കേക്ക് മുറിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഗംഭീര സ്വീകരണം കൊടുത്തു. അത് പല ചാനലിലും പത്രത്തിലൊക്കെ വാർത്ത വന്നതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് മത്സരിച്ച 2 സീറ്റിൽ ഒരു സീറ്റിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വോട്ട് SDP-കാരന് പോയി. SDP-കാരൻ വിജയിച്ചു. അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ് മുസ്ലിം ലീഗ് SDP എന്ന് മനസ്സിലായി. അത് ഈ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു നേതാവ് KM ഷാജി പറഞ്ഞിട്ടുണ്ട്, ഈ SDP-കാരായിട്ടുള്ള ബന്ധം എന്ന് ലീഗ് വോട്ട് കച്ചവടം ചെയ്താൽ മുസ്ലിം ലീഗിനെ അങ്ങ് പിരിച്ചു വിടുകയാണ്. KM ഷാജി അറിഞ്ഞു കാണും SDP മുസ്ലിം എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ പല സ്ഥലത്തും SDP മുസ്ലിം ലീഗ് കോൺഗ്രസ് BJP-കായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് UDFന് ഈ ഗംഭീര വിജയം ഉണ്ടായത്. എല്ലാവരും BJP-യും കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDP, ജമാഅത്തെ ഇസ്ലാമി, എല്ലാ അവിയൽ മുന്നണി രാഷ്ട്രീയ പാർട്ടിക്കാരും ഇടതുപക്ഷത്തിനെതിരെ അവർ രഹസ്യ ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയാണ് ഒരു തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചത്. സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി സർക്കാരിനെതിരെ അവർ സംഘപരിവാരം പടച്ചുവിടുന്ന വാർത്തകളാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്നാലും 3ാം പിണറായി സർക്കാരിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയമൊന്നും അതൊന്നും ബാധിക്കുകയില്ല. കാരണം ജനങ്ങൾക്കറിയാം ഈ വികസനങ്ങൾ 2ാം പിണറായി സർക്കാർ നാട്ടിൽ കൊണ്ടുവന്ന വികസനങ്ങൾ ഏത് നമ്മളെടുത്ത് നോക്കിയാലും ഏത് വകുപ്പിലായിരുന്നാലും എല്ലാ കാര്യത്തിനും ഒരു വികസനം. അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ വരും, അല്ലെങ്കിൽ അതൊരു സംശയമില്ല. പക്ഷേ ഈ SDP-യും ഈ മുസ്ലിം ലീഗ്, BJP, കോൺഗ്രസിൻ്റെ കൂട്ടുകച്ചവടം അഡ്ജസ്റ്റ്മെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ അതെടുക്കാൻ സാധ്യതയുണ്ട്. അത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് ചെറുക്കണം. വർഗീയ കക്ഷികളെ അകറ്റി നിർത്താൻ തയ്യാറാവണം. എല്ലാവരും മതേതര ചേരിക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ സംഘപരിവാറിൻ്റെ കൂട്ട് പിടിച്ച് അധികാരത്തിൽ വരാൻ ഏത് നെറുകേടും വൃത്തികേടും ഈ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ. അത് തെളിവ് സഹിതം ഫോട്ടോ പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിൻ്റെ വിജയത്തിൽ SDP-കാരനാണ് ആഘോഷം നടത്തുന്നത്. അപ്പോൾ നേരത്തെ നടന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ഈ പ്രസംഗിച്ച ചാനലിലും ഒക്കെ ഞാൻ ഈ പ്രസംഗിച്ച നടന്നത് സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയെന്ന് പറയാൻ വേണ്ടി വളരെ നമസ്കാരം.